പുത്തൂർ ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ 1 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന മൂന്നാമത്തെ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മുതിർന്ന ക്ലാസുകളിൽ നിന്ന് വ്യത്യസ്തമായി ലോവർ പ്രൈമറി സ്കൂളുകളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഏത് രൂപവും ഉണ്ടാക്കാൻ കഴിയുന്ന കളിമണ്ണിന്റെ പ്രതീകം പോലെയാണെന്നും ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന മികച്ച ശില്പികളാണ് അധ്യാപകരെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അറിയിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി 2 ഉൾപ്പെടുത്തി വിദ്യാലയത്തിൽ അനുവദിച്ച 1 കോടി രൂപ ചിലവഴിച്ചാണ് മൂന്നാമത്തെ പുതിയ കെട്ടിട നിർമ്മാണം നടത്തുന്നത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. രവി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിനി പ്രദീപ് കുമാർ, പി.എസ്. ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം കെ.വി. സജു, പഞ്ചായത്ത് അംഗങ്ങളായ പി.എസ്. സജിത്, നളിനി വിശ്വംഭരൻ, പി.ബി. സുരേന്ദ്രൻ, സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് റിംസി ജോസ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥൻ ടി.കെ. സന്തോഷ് കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സ്കൂൾ പി.ടി.എ, എം.പി.ടി.എ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സബ് ജില്ലാതല കലോത്സവത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തി. സ്കൂളുകളിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡുകൾക്ക് പോകാൻ അവസരം കിട്ടിയ ഒരു മന്ത്രിയാണ് ഞാൻ എന്ന ധാരണ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ പോയ സ്കൂളുകളിൽ ഏറ്റവും മിടുക്കോടെ ആ പ്രവർത്തനം നടത്തുന്ന SPC ടീമുള്ള പഞ്ചായത്ത് അല്ല സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ പുത്തൂർ സ്കൂളാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടാണത്? അതൊരു കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന്റെ ചിന്തയാണ്. സാധാരണ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറുടെ ബുദ്ധിമുട്ടല്ല ഒരു LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഉണ്ടാവുക. കോളേജിൽ പഠിപ്പിക്കുന്ന ഡോക്ടറേറ്റിന് ഗൈഡൻസായി നിൽക്കേണ്ടി വരുന്ന ഒരു അധ്യാപകന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതിയാകും, ഏരിയ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും പഠിക്കാനുള്ളത്. എന്നാൽ LP സ്കൂളിൽ അങ്ങനെയാകില്ല. LP സ്കൂളിൽ വിശ്വസ്തയോടെ നമ്മുടെ ഈ ടീച്ചർമാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് രൂപത്തിൽ കുട്ടികളാണെങ്കിലും യഥാർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കളിമണ്ണാണ്. ഏത് രൂപവും കൊത്തിവെക്കാൻ പറ്റുന്ന കളിമണ്ണ്. ആ കളിമണ്ണ് കൂട്ടിക്കുഴച്ച് ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ രൂപം ഉണ്ടാക്കാൻ പറ്റും. അതേ കളിമണ്ണിൽ തന്നെ വെള്ളം നനച്ച് യേശുക്രിസ്തുവിന്റെ ചിത്രത്തെ വീണ്ടും കുഴച്ച് കളിമണ്ണാക്കി കൊടുത്താൽ ആ കളിമണ്ണിൽ നിന്നു തന്നെ നമുക്ക് യൂദാസിന്റെ ചിത്രവും ഉണ്ടാക്കാൻ പറ്റും. കളിമണ്ണാണ്, ഏത് രൂപത്തിലും ഉണ്ടാക്കാം. ആ രൂപത്തിൽ കുട്ടികളെ ഉണ്ടാക്കുന്നതിൽ നിർബന്ധമായും ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ശില്പികളാണ് ലോവർ പ്രൈമറി സ്കൂളിലെ അധ്യാപകർ. നന്നായി നമ്മുടെ സ്കൂളിലെ അധ്യാപകർ അക്കാര്യം നിർവഹിക്കുന്നുണ്ട് എന്ന ധാരണ തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കുള്ളത്. അതിനെ പിന്തുണയ്ക്കാനാണ് നമ്മുടെ വർണ്ണക്കൂടാരം. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തൊരു സന്തോഷമുള്ള അനുഭവമാണ് യഥാർത്ഥത്തിൽ. വർണ്ണക്കൂടാരമൊക്കെ വന്നതിന് ശേഷം സ്കൂളിൽ വരാൻ കുട്ടികൾ ധൃതി പിടിക്കുകയാണ്. ആനപ്പുറത്ത് കയറാനും മത്സ്യത്തിന്റെ വായിലൂടെ ഇറങ്ങാനും ട്രെയിനിൽ കയറി നിൽക്കാനും ഹെലികോപ്റ്ററിൽ നിന്ന്